വയനാട്ടിൽ UDF പഞ്ചായത്ത് അംഗം ജോസ് നല്ലേടം ജീവനൊടുക്കിയതിന് മുൻപുള്ള വീഡിയോ സന്ദേശം പുറത്ത്. വ്യാജ പ്രചരണങ്ങൾ തന്റെ രക്തത്തിന് വേണ്ടിയെന്ന ജോസ്. തങ്കച്ചന്റെ വീട്ടിൽ തൊട്ടയും മദ്യവും വച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിന് കൈമാറിയത് താനാണെന്നും എന്നാൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് തങ്കച്ചനെ അറസ്റ്റ് ചെയ്തതെന്നും ജോസ് നല്ലേടം പറയുന്നു. വ്യക്തിയെന്ന നിലയിൽ താങ്ങാൻ കഴിയുന്ന കാര്യങ്ങളല്ല നടക്കുന്നതെന്നും ജോസ് പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനജാഗ്രതാ സമിതിയുടെ ഭാഗമായി പുഴയോട് തീരത്ത് ചേർന്ന് കിടക്കുന്ന ഈ വാർഡില് ആളുകൾ ഇങ്ങനെ തരുന്ന ഇൻഫോർമേഷൻ മുൻകാലങ്ങളിൽ നമ്മൾ പോലീസിന് കൈമാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ആളുകളെ പ്രതി ചേർക്കുന്നത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് വേണ്ടിയിരുന്നത്. അതിനു പകരം പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 26-ാം തീയതി എന്നെ വിളിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ തേടുകയും എനിക്കറിയാവുന്ന വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പോലീസ് പിന്നെ പറയുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനും ഒക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. ജോസിനെ തകർക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും ഇതിന് പിന്നിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണെന്നും കുടുംബം ആരോപിച്ചു. നെല്ലിടത്ത് ജോസിൻ്റെ വളർച്ച പാർട്ടിയിലെ ചിലർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കാരണം അങ്ങനെ വളർത്തിയാൽ ശരിയാകില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇത് ജോസിനെ തകർക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തങ്കച്ചനെ ട്രാപ്പിൽപ്പെടുത്തിയ പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഇതിലൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൻ്റെ പുറകിലുണ്ട്. ജോസ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ഇമേജ് ഉള്ള ഒരു നേതാവാണ്. പോലീസിനെ പഴിചാരി DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രംഗത്തെത്തി. കോൺഗ്രസ്സുകാരാണോ ആരാണോ തീരുമാനിക്കേണ്ടത് പോലീസാണ്. പോലീസ് ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒരു മരണക്കുറിപ്പും അദ്ദേഹം അവസാനം എഴുതി വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കണ്ടെടുത്ത സാഹചര്യത്തിൽ അത് വെളിപ്പെടുത്താൻ വേണ്ടി പോലീസ് തയ്യാറാകണം. അതിലെന്തോ കള്ളക്കളി ഉണ്ടോ എന്നപ്പോൾ സംശയമുണ്ട്. തങ്കച്ചനെ 17 ദിവസം റിമാൻഡിലേക്ക് അയച്ചതാണ് പുൽപ്പള്ളി പോലീസ്. ജോസ് നല്ലേടത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 നടക്കും. ജോസിന്റെ വീട്ടിൽ നിന്ന് പോലീസ് ഇന്നലെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, ഈ വിഷയം കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുണ്ടെന്ന കാര്യം മുൻപ് തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് പോലീസിനെതിരെ അതൊരു ആരോപണമായി ഉയർത്തുകയാണ് ND അപ്പച്ചൻ, DCC പ്രസിഡന്റ് അടക്കമുള്ളവർ. പോലീസിനെതിരെയാണ് അവർ ഉന്നയിക്കുന്നത്. ആ പേരുകൾ പുറത്തുവിടണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റാരോപിതരാക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന കാര്യമായിരുന്നു ND അപ്പച്ചൻ അവിടെ വെളിപ്പെടുത്തിയിരുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഈ വിവാദങ്ങൾ എങ്ങോട്ടേക്കാണ് എത്തുന്നത്? മാത്രമല്ല ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. അഖില, വയനാട്ടിലെ കോൺഗ്രസിനിടയിലുള്ള ഗ്രൂപ്പ് പോര് കൂടുതലായി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ഇത്തരത്തിലുള്ള ഒരു കേസും പിന്നീട് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്കൊക്കെ നയിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രാദേശിക നേതൃത്വത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയും അതോടൊപ്പം ഈ മുള്ളംകൊല്ലിയിലെ ഒരു വാർഡ് മെമ്പർ കൂടിയായിരുന്നു ഈ മരണപ്പെട്ട ജോസ് നെല്ലേടം. തങ്കച്ചൻ എന്ന് പറയുന്ന ആളെ വ്യാജ കേസിൽ കുടുക്കി 17 ദിവസം ജയിലിലടച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിരുന്നു അദ്ദേഹം. തങ്കച്ചൻ ജയിലിൽ നിന്ന് വന്നതിന് തൊട്ടുപുറകെ തന്നെ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ് തങ്കച്ചൻ എന്നും അതോടൊപ്പം തന്നെ 6 കോൺഗ്രസ് നേതാക്കളുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ തങ്കച്ചൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിനുശേഷം അന്വേഷണ വിധേയമായി DYSP സുൽത്താൻ ബത്തേരി DYSP അദ്ദേഹം അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഈ ഒരു മുള്ളംകൊല്ലിയിൽ ഉണ്ടാകുന്നത്. വീടിനടുത്തുള്ള കുളത്തിൽ മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തിയത്. അതിനുശേഷം വൈകുന്നേരത്തോടെ പോലീസ് ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയതോടെ ഈ കോൺഗ്രസിന് ഇതിലുള്ള പങ്ക് ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.